രാവിലെ തന്നെ അനുവിനെ ചൊറിയാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് മുൻഷി രഞ്ജിത്തും അതേപോലെ ബിൻസിയും. ബിൻസി ഒരുങ്ങിയിട്ട് നേരെ വന്ന് ചോദിക്കുന്നുണ്ട്. അതായത് രഞ്ജിത്തും അനുമോളും കൂടെ കിച്ചണിൽ നിന്ന് പാചകം ചെയ്യുമായിരുന്നു. നേരെ വന്നിട്ട് ചോദിക്കുക, അനുവേ നീ എന്തിനാടി ഇതിൻ്റെ മോളിൽ കയറി ഇന്ന് ഇളക്കിയത്? അപ്പം അനുമോൾ പറഞ്ഞു, ഓ പണ്ട്. ആ എന്താ ചെയ്യാൻ പാടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബിൻസി പറഞ്ഞു, നിനക്ക് ചെയ്യാമെങ്കിൽ ഞാനിവിടെ കയറി ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ കയറി ഇരിക്കുകയാണ് ബിൻസി. മുൻഷി രഞ്ജിത്ത് അവിടെ നിന്ന് കുറേ കൗണ്ടർ അടിക്കുന്നുണ്ട്. ഇവൾ എന്നോട് മുഖത്ത് നോക്കി സംസാരിക്കത്തില്ല, എന്നോട് സംസാരിക്കുക എന്നുള്ള വ്യാജേനെ വേറെ പലരോടും നോക്കി സംസാരിക്കും. ഇവൾ ഭയങ്കര ആർട്ടിസ്റ്റാണ്. അതേപോലെ മുൻഷി പറയുവാണ്, അനുമോളെക്കുറിച്ച് എന്തോ ഒരു വലിയ വീഡിയോ രണ്ടുപേരും സംസാരിക്കുന്നത് പുറത്ത് ഭയങ്കര വൈറലാണ്, അവിടെ ഒരുപാട് ആൾക്കാർ കണ്ടു എന്നുള്ള രീതിയിൽ. അപ്പോൾ ബിൻസി ഇങ്ങനെ കളിയാക്കി പറയുന്നുണ്ട്, എന്താണ് മുൻഷി പുറത്തെ കാര്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അനുമോളെ തകർക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇതൊക്കെ പറയുന്നത്. അതിനുശേഷം മുൻഷി പറയാണ്, അവൾ തക്കാളി എന്തോ അത് അടുപ്പത്തേക്ക് ഇട്ട സമയത്ത് തക്കാളിയുടെ എന്തോ ഒരു സംഭവം കട്ട് ചെയ്ത് കളഞ്ഞില്ലെന്ന്. അപ്പോൾ അനുമോൾ പറഞ്ഞു, അതൊന്നും സാരമില്ല, അതങ്ങ് കഴിക്കുമ്പോൾ എടുത്ത് കളഞ്ഞാൽ മതിയെന്ന്. അപ്പോൾ പറയും, അതിനകത്താണ് കീടനാശിനി ഫുൾ ഇരിക്കുന്നത്, പറഞ്ഞ ഒരു വക ഈ പെണ്ണ് കേൾക്കത്തില്ല എന്നുള്ള രീതിയിൽ അവളെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക. ഞാൻ വല്ലതും ആണെങ്കിൽ ആ ചട്ടിയോടെ അയാളുടെ തലയിലോട്ട് എടുത്ത് അടിച്ചേനെ. ബിൻസി എന്തിനും പറയുന്നുണ്ട്, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാമോ? അവൾ ആദ്യമായിട്ടല്ലേ ചേട്ടാ അവിടെ വന്ന് പാചകം പഠിക്കുന്നത്, ഇതൊക്കെ ചെയ്യുന്നത്, നമ്മളപ്പോൾ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യല്ലേ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അനുമോളായിട്ട് കളിയാക്കുന്നുണ്ട്. അതിനുശേഷം അക്ബർ നമ്മുടെ ബിൻസിയുടെ അടുത്ത് ആ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങിയിരിക്കാൻ പറയുമ്പോൾ, അനുമോൾക്കിൻ്റെ മുകളിൽ കയറുന്ന പാചകം ചെയ്യാമെങ്കിൽ എനിക്കും ഇരിക്കാം, അവൾക്ക് തക്കാളിയുടെ ഇത് കട്ട് ചെയ്യാതെ നമുക്ക് ഫുഡ് തരാമെങ്കിൽ എനിക്കും കയറിയിരിക്കാം എന്നുള്ള രീതിയിൽ അനുമോളെ ഇട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുവാണ്. അതേപോലെ അങ്ങേര് പറയാണ്, ഞങ്ങൾ അടുക്കള കാണാത്തവരും ഇത് ഉപയോഗിക്കാത്ത ആൾക്കാരും ഒന്നുമല്ല, ഇതൊക്കെ ഹൈജീനിക്കായിട്ട് ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ടോ, ഞങ്ങളുടെ വീട്ടിൽ തക്കാളിയൊന്നും ഉപയോഗിക്കത്തില്ല. അതിനുശേഷം ബിൻസി ചോദിക്കണം, എന്താ അനുമോളെ നിൻ്റെ മുഖം എപ്പോഴും ഇങ്ങനെ വീർത്തേ ഇരിക്കത്തുള്ളൂ? അവിടെ നിന്ന് വട്ടം കൂടി നിന്ന് ആ കൊച്ചിനെ ഇട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് മുഖം എന്താ വീർത്തിരിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങേര് പറയുമോ, ഇവൾക്ക് ഇത് തക്കാളിയൊക്കെ ഇളക്കണമെങ്കിൽ ഇവൾക്ക് ഇച്ചിരി മസിൽ പിടിച്ചാലേ പറ്റത്തുള്ളൂ അല്ലേ കുനുമോളെന്ന്. അപ്പോൾ അനുമോൾ പറഞ്ഞു, കുനുമോളല്ല അനുമോൾ. അപ്പോഴത്തേക്ക് അങ്ങനെ ചോദിക്കും, എന്തോ ഈ മോളെന്ന്. അപ്പം അനുമോൾ ചോദിക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മാറ്റണോ? അതിനുശേഷം കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ബിൻസി എന്തോ കറിക്ക് ഉപ്പ് നോക്കാൻ വേണ്ടി കൈ നീട്ടിയപ്പോൾ ചൂട് കറി കോരി അനുമോൾ കയ്യിലോട്ടങ്ങ് ഒഴിച്ചു. അവരുടെ കൈ അങ്ങ് പൊള്ളിപ്പോയി. അതെനിക്ക് എന്തായാലും അങ്ങ് ഇഷ്ടപ്പെട്ട്. എന്നിട്ട് മുൻഷിയോടും ചോദിക്കുന്നുണ്ട്, കൈ നീട്ട് ചേട്ടാ, ഉപ്പ് നോക്കാൻ ചേട്ടാ, കൈ നീട്ട്. അയാൾ കൈയൊന്നും നീട്ടുന്നില്ല, അയാൾക്ക് അറിയാം അവൾ ചൂട് കോരി ഒഴിക്കുമെന്ന്. എത്ര ദോശ ചുട്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്കൊന്നും അറിയത്തില്ല, വേണമെങ്കിൽ എണ്ണ വെക്ക്, എനിക്കിഷ്ടമുള്ളത് ഞാൻ കഴിക്കും എന്നൊക്കെ പറഞ്ഞ് മുൻഷി ഡയലോഗ് അടിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറഞ്ഞു, എല്ലാവർക്കും 3 അതിൽ കൂടുതലൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. പിള്ളേരെ പിന്നെ അതെൻ്റെ ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമുള്ള പോലെ എടുത്ത് കഴിക്കുമെന്നൊക്കെ പറഞ്ഞ് അയാൾ പിന്നെ ഇരുന്ന് ചൊറിയുക. ഇപ്പം തന്നെ ദോശ വേണമെന്ന് പറഞ്ഞ് കിടന്ന് അലമ്പാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അനുമോൾ പറഞ്ഞു, എല്ലാവരും വരട്ടെ, എല്ലാവരും വരുന്നവരെ എനിക്ക് നോക്കിയിരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അനുമോൾ പറഞ്ഞു, കറിയായിട്ടില്ല, എനിക്ക് കറിയൊന്നും വേണ്ട, ഞാൻ ദോശ തന്നെ കഴിക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അലമ്പ്. ഇയാൾ ഇറങ്ങുന്നതിന് മുൻപേ ഇയാൾക്കിട്ട് 2 കൊടുക്കണം. അതിനുവേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.